ഹലോ ഗായ്സ് ഹായ്. ഇന്ന് ഞാൻ കുറച്ച് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല ഹോട്ട് ചിപ്സ് നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കാൻ തോന്നി. അത് നമ്മുടെ കൃഷിയിടത്തിൽ നിന്ന് തന്നെ കിട്ടിയ ഒരു ഏത്തക്കൊല ഉണ്ടായിരുന്നു. അത് നല്ല വിളഞ്ഞിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു, ചെറിയൊരു കളർ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ഞാൻ നോക്കുമ്പോൾ ഇന്ന് ചായ ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സ്നാക്സിന് വേണ്ടിയിട്ട് ചിപ്സ് കഴിക്കാൻ ആഗ്രഹം തോന്നി. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം. ഞാൻ എണ്ണ തേച്ച് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല പ്യുവർ വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇത് തിളയ്ക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ അനന്നോ ചൂടായോ മൂത്തോ എന്നൊക്കെ അറിയണം. അപ്പോൾ നന്നായിട്ട് മൂത്താൽ മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പം ജസ്റ്റ് ടെസ്റ്റിങ്ങിന് വേണ്ടി ചെറുതായിട്ടൊന്നും വേണം നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം, ചെറുത്. അപ്പോൾ അത് എന്താവും ഒരു അവസ്ഥയെന്ന് നോക്കാം. ആയിട്ടില്ല, ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതവിടെ കിടക്കട്ടെ. നല്ലതായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ ചിപ്സിൻ്റെ ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കായയുടെ കണ്ടാ പുകി വരുന്നുണ്ടല്ലേ, നല്ല രസമുണ്ടല്ലേ. എന്തായാലും എനിക്കൊരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെളിച്ചെണ്ണയുടെ ടേസ്റ്റിലുള്ള ചിപ്സ്. ഇപ്പോൾ ചിപ്സിനൊക്കെ എന്താ വില അല്ലേ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നാച്ചുറലായിട്ട് ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് ഉണ്ടാക്കുവാണ്, എന്താവും എന്ന് നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ തന്നെയല്ലേ കഴിക്കുന്നല്ലേ, നോക്കാം. ചായക്കൊരു സ്നാക്സും ആവും. പിന്നെ പൈസയൊക്കെ ഇല്ലാതിരിക്കും പെട്ടെന്ന് നമുക്ക് അടുക്കളയിൽ അവൈലബിൾ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കുറച്ച് എണ്ണ ഉണ്ടെങ്കിൽ കൊച്ചുങ്ങളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ എളുപ്പമുണ്ട്, ഉണ്ടാക്കാൻ എളുപ്പമുണ്ട്. പൈസ ഇല്ലാത്തവർക്ക് അത് ഇന്ന് സ്നാക്സ് ഇപ്പോൾ എന്തോ ഒരു വിലയാണ്. 3 പേരുണ്ടെങ്കിൽ 30 രൂപയും ഒക്കെ അങ്ങ് ആവും. അപ്പോൾ അത്രയും പൈസ ഒന്നും ഇല്ലാത്തവർക്ക് ചിലപ്പം എനിക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പം നമുക്ക് ജസ്റ്റ് ഒരു കടിക്ക് വേണ്ടിയിട്ട് ഏതാണ്ട് എണ്ണയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. തെറിക്കാൻ നോക്കണം കേട്ടോ. ഇറക്കിയിട്ട് കൊടുക്കാം. നമുക്ക് കട്ടി പിടിക്കാതെയൊക്കെ ഇറക്കിയിട്ട് കൊടുക്കാം. കട്ട പിടിച്ച് കഴിഞ്ഞാൽ പാടാം. വരുന്നുണ്ട്, ഇത് നോക്കാനാവുന്നേ. ഗായ്സ്, നമ്മുടെ ചിപ്സ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എന്ത് രസമല്ലേ, നല്ല മഞ്ഞ കളർ. ഞാൻ ആദ്യം വിചാരിച്ച് മഞ്ഞപ്പൊടി ഇടണമായിരിക്കും എന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ മഞ്ഞപ്പൊടി എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. നമ്മുടെ ചിപ്സ് കടയിലൊക്കെ ഇങ്ങനെ ചീകി ഇടുന്നത് കണ്ടിട്ടില്ലേ. അപ്പോൾ അത് ഓർമ്മ വന്നു പെട്ടെന്ന്. യൂട്യൂബൊന്നും നോക്കാൻ പോയില്ല. സാധാരണ സംശയം വരുമ്പോൾ യൂട്യൂബ് നോക്കും. അങ്ങനെ അത് ഓർമ്മ വന്നിട്ട് ഡയറക്റ്റ് എവിഡൻസ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. നോക്കാം. മുരിഞ്ഞൊക്കെ വരുന്നുണ്ട്, സെറ്റായിട്ടുണ്ട്. പഴം ചിപ്സ് ആകാനാണ് സാധ്യത ഇത്, കാരണം ഒരു കളറടിച്ച പഴമായിരുന്നു ഇത്. എനിക്കത് ഇഷ്ടമുള്ള കാര്യം പഴം ചിപ്സ് തന്നെയാണ്. എന്തായാലും നമുക്ക് ടേസ്റ്റി നോക്കാം. ഇനി അടുത്ത വേറെ പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇന്നൊരു ഉള്ളിവടയും ഒരു പഴംപൊരിയും ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ പുറകെ വരുന്നുണ്ട്. ഹാവ് എ ഷോർട്ട് ബ്രേക്ക് ഗായ്സ്. അപ്പം നമ്മുടെ ചായക്കുള്ള ചിപ്സ്, ഹോട്ട് ചിപ്സ് റെഡി ആയിട്ടുണ്ട്. മതി, 2 പേർക്കുള്ള ചായ കുടിക്കാനുള്ള, 2-3 പേർക്ക് കുടിക്കാം. അധികം ചിപ്സ് ഒന്നും വാരി തിന്നാത്തവർക്ക് ബെറ്റർ. ഓക്കെ, സി യു, ബൈ.